ദൈവനാമത്തിന് മഹത്വം. എൻ്റെ പേര് ടിൻസി, ഇതെൻ്റെ അമ്മ ജെയ്സമ്മ. ഞങ്ങൾ ചാനാശ്ശേരി അതിരൂപതയിലെ പച്ചൽ ഊർദുമാത ഇടവകയിൽ നിന്ന് വരികയാണ്. ഞാൻ 2020 നവംബർ 14 ആദ്യമായി കൃപാസനത്തിൽ വരുന്നത്. അതിനു മുമ്പ് ഞാൻ നഴ്സിംഗ് പഠിക്കുമ്പം തൊട്ട് കൃപാസനത്തെപ്പറ്റി കേട്ടിട്ടൊക്കെ ഉണ്ട്, പത്രമൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ വരാൻ പറ്റിയിട്ടില്ല. അങ്ങനെ വന്നു. അന്ന് തന്നെ എനിക്ക് ഉടമ്പടി എടുത്തു. ഉടമ്പടിയിലെ ആദ്യത്തെ നിയോഗം OET ക്ലിയർ ആകുക എന്നായിരുന്നു. അങ്ങനെ ഞാൻ OET എക്സാം ഡിസംബർ 4 എഴുതി. ഉടമ്പടി നിയമങ്ങളിലെ എല്ലാം പാലിച്ചുകൊണ്ട് തന്നെ ഉപവാസം ശനിയും ബുധനും ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് എക്സാം എഴുതി. എക്സാം എനിക്ക് ഭയങ്കര ടഫായിരുന്നു. എസ്പെഷ്യലി റീഡിങ്ങും ലിസണിങ്ങും ഭയങ്കര ടഫായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നു. പക്ഷെ ഞാൻ വിശ്വാസം കൈവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് റീഡിങ് ലിസണിങ് C+ ആയിപ്പോയി. ബാക്കി 2 മൊഡ്യൂളും B കിട്ടി. വീണ്ടും ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെ വീണ്ടും പ്രാർത്ഥിച്ച് പഠിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ചെയ്തു. അങ്ങനെ വീണ്ടും ഡേറ്റ് എടുത്തു 2021. അതിലും എനിക്ക് സെയിം സ്കോറായിരുന്നു. ഒരു ചേഞ്ചും ഉണ്ടായില്ല. വീണ്ടും എനിക്ക് നിരാശയായി, സങ്കടമായി. ഈ പൊക്കോണ്ടിരുന്ന സമയങ്ങളിലൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ പ്രാർത്ഥനയിലേക്കാളും കൂടുതലും ആദ്യം എഴുതിയ 2 എക്സാമിനും ഞാൻ എൻ്റെ കഴിവിനെയും എൻ്റെ എബിലിറ്റിനെയുമാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്തത്. മൂന്നാമത് ഞാൻ വീണ്ടും 2023 ഫെബ്രുവരി 25 വീണ്ടും ഞാൻ ഡേറ്റ് എടുത്തു എക്സാം എഴുതാനായിട്ട്. അങ്ങനെ ഈ 2ാമത്തെ എക്സാം എഴുതി കിട്ടാതായപ്പോൾ പിന്നെ ഞാൻ കൃപാസനത്തിലോട്ട് വരവൊന്നുമില്ല. പ്രാർത്ഥിക്കും, സാക്ഷ്യങ്ങൾ കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാതെ വരുന്നില്ലായിരുന്നു, പുതുക്കുന്നുമില്ലായിരുന്നു. അങ്ങനെ എക്സാമിന് തലേദിവസം എനിക്ക് ഇവിടെ വരണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നി. ഇവിടെ വന്നിട്ട് പോകണമെന്ന് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു. ഞാൻ അങ്ങനെ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ അച്ഛനെ ഒന്നും കാണാൻ പറ്റിയില്ല, ഹോൾ ടിക്കറ്റ് ഒന്നും വെച്ചിരിക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാനിങ്ങനെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ, എനിക്ക് ഈ OET എക്സാം കിട്ടുവാണെങ്കിൽ കിട്ടുന്നതിൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ പിറ്റേ ദിവസം ഞാനിവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കുമെന്ന് പറഞ്ഞു. അത് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ എക്സാം എഴുതി. എനിക്ക് വലിയ ടഫോ ഈസിയോ അങ്ങനെ ഒന്നും തോന്നിയില്ല, ഒരു നോർമൽ എക്സാം. അങ്ങനെ എക്സാം എല്ലാം കഴിഞ്ഞു. റിസൾട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് പേടിയായിരുന്നു. എൻ്റെ ഫ്രണ്ട് വഴിയാണ് നോക്കിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ടഫായ ലിസണിങ്ങിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക്. അതിനെനിക്ക് 350 വേണ്ടടുത്ത് എനിക്ക് 380 മാതാവ് തന്നെ എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ന്യൂസിലൻഡ് സ്കോർ എനിക്ക് കിട്ടി. ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫിനാൻഷ്യലി ആണേലും മെൻ്റലി ആണേലും ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ഒത്തിരി സങ്കടങ്ങളിലൂടെ കടന്നുപോയി. ഒത്തിരി കരച്ചിലുണ്ടായിരുന്നു, കരയുന്നുണ്ടായിരുന്നു. എല്ലാവരും വിചാരിക്കും OET ക്ലിയർ ആയി കഴിയുമ്പോൾ എല്ലാം തികഞ്ഞു, ഒക്കെ കിട്ടി എന്ന് വിചാരിക്കും. പക്ഷെ ഒന്നും അല്ല. നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് കടമ്പകളുണ്ട് എന്ന് അത് കഴിയുമ്പോഴേ അതൊരു OET ക്ലിയർ ആക്കി കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതുവരെ OET എക്സാം എന്ന ഒരു ഇതിലായിരിക്കും. അങ്ങനെ റിസൾട്ട് വന്നു. സന്തോഷമല്ലായിരുന്നു, എനിക്ക് കൂടുതൽ അത്ഭുതമായിരുന്നു. കാരണം എനിക്ക് ആ റീഡിങ് ലിസണിങ് പാർട്ടേ ഞാൻ ഒന്നും കേട്ടിട്ടില്ല. 3-4 ക്വസ്റ്റ്യൻസ് ഒന്നും അറ്റൻഡ് പോലും ചെയ്യാൻ പറ്റിയില്ല. ഓഡിയോ ക്ലിപ്പ് പാസ്സായി പോയാൽ പിന്നെ നമുക്കത് കേൾക്കാൻ കൂടി പറ്റില്ല. ഒന്ന് റിപ്പീറ്റ് കേൾക്കാൻ പറ്റാത്തൊരു എക്സാം. അങ്ങനെ എനിക്ക് ഏതായാലും റിസൾട്ട് വന്നപ്പോൾ അത്ഭുതമായിരുന്നു. അങ്ങനെ പ്രോസസ്സിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. CGFNS പ്രോസസ്സിംഗ് ആണ് ഇവിടെ ഫസ്റ്റ് ലെവൽ പ്രോസസ്സിങ്. അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒത്തിരി തടസ്സങ്ങൾ വന്നു. അങ്ങനെ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയറിൽ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഇങ്ങനെ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു. ആ ഡേറ്റിന് മുന്നായിട്ട് എൻ്റെ CGFNS പ്രോസസ്സിങ്ങും കംപ്ലീറ്റ് ആവണം, DL എനിക്ക് അപ്ലൈ ചെയ്യാനും പറ്റണം. അങ്ങനെ 2 നടന്നു. ഞാൻ പറഞ്ഞ ഡേറ്റിന് മുന്നേ ആയിട്ട് എനിക്കത് 2 കംപ്ലീറ്റ് ആക്കി കിട്ടി. അങ്ങനെ എനിക്ക് വിസയ്ക്ക് വെച്ചപ്പോഴത്തേക്ക് കേസ് മാനേജറുടെ കയ്യിൽ നിന്ന് ഒരുപാട് എൻക്വയറീസ് വരുന്നു. ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടൊന്നും അതൊന്നും അവർക്ക് തൃപ്തികരമല്ലായിരുന്നു. അങ്ങനെ ഒരുപാട് സങ്കടപ്പെട്ടു. നമ്മളാൽ കഴിയാവുന്നതൊക്കെ ചെയ്തിട്ടും അവിടുന്ന് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആ ഒരു പ്രോസസ്സിനില്ല. അങ്ങനെ വിഷമിച്ചിരുന്ന സമയത്ത് ഞാൻ വീണ്ടും കൃപാസനത്തിൽ ഇവിടെ വന്ന് ഒന്ന് പ്രാർത്ഥിച്ചു. പിന്നെ തിരിച്ചു പോയി വീണ്ടും കേസ് മാനേജർക്ക് മെയിൽ ചെയ്തു. 24 hours എനിക്ക് തിരിച്ചൊരു മെയിൽ വന്നു, നിൻ്റെ വിസയ്ക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാം ഇമ്പ്രൂവ് ആവുന്നുണ്ട്, 1 വീക്കിനുള്ളിൽ നിനക്ക് വിസ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ 1 വീക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ വിസ കിട്ടി. ഇപ്പം ഞാൻ ടിക്കറ്റ് എടുത്തു. നെക്സ്റ്റ് മന്ത് 20-ാം തീയതി ഞാൻ ന്യൂസിലൻഡ് പോവുകയാണ്. തമ്പുരാൻ്റെ കൃപ കൊണ്ടാണ് എനിക്കത് സാധിച്ചത്. ഇതിനിടയ്ക്കാണ് എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്നൊരു പനിയും ഛർദിലും BP ലോ ആവുക, ശ്വാസം മുട്ടൽ, ഇങ്ങനെ സിംറ്റംസൊക്കെ കാണിക്കാൻ തുടങ്ങി. അങ്ങനെ ഭയങ്കര വിഷമിച്ചു. 3-4 ആശുപത്രികളിൽ മാറി കൊണ്ടുപോയിട്ട് രോഗം എന്താണെന്ന് പോലും അവർക്ക് മനസ്സിലാവുന്നില്ല. അവർ പറയുന്നു കാർഡിയാക് ഇഷ്യൂ ആണ്.
പിന്നെ പറയുന്നു റെസ്പിറേറ്ററി ആണ്. അവർക്ക് ആകപ്പാടെ ഒരു കൺഫ്യൂഷനാണ്. അപ്പം ഞാൻ മാതാവിൻ്റെ തൈലവും കാശുരൂപവും വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ അമ്മയെ ICUയിൽ അഡ്മിറ്റാക്കി. BP ഭയങ്കര ലോ ആയിരുന്നു. BP മെഡിസിനൊക്കെ ഇട്ടത് സ്റ്റോപ്പാക്കുമ്പം വീണ്ടും അത് ലോ ആയി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല. അങ്ങനെ ഇത് വെച്ച് പ്രാർത്ഥിച്ചു. ഈ വിസിറ്റിംഗ് ടൈം ആകെ അരമണിക്കൂറാണ്. അത് 10 മിനിറ്റ് ഞാൻ അമ്മയോടൊന്നും ചോദിക്കുന്നുണ്ടായിരുന്നില്ല. ആകെപ്പാടെ ഞാൻ ചെയ്തത് അമ്മയുടെ നെറ്റി മുതൽ കാല് വരെ വേദനയാണെന്ന് പറയുന്നിടത്തെല്ലാം ഞാൻ തൈലം പൂശിക്കൊണ്ടിരുന്നു. എനിക്കെന്തോ ഒരു ഓയിൽമെൻറ്റ് പുരട്ടുന്ന പോലെ ഞാനത് പുരട്ടിക്കൊണ്ടിരുന്നത്. അത് പുരട്ടി അങ്ങനെ ഡോക്ടർ പറഞ്ഞു പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞങ്ങൾ ചെന്നപ്പം 80,000, പിന്നെ അത് 40,000, 30,000, 10,000 വന്ന് നിന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതൊരു 5,000 ആയാൽ മാത്രമേ ഒരു പ്രത്യേക മാനേജ്മെൻറ്റ് അതിന് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അത് ചെയ്തിട്ടൊന്നും കാര്യമില്ല, ഒന്നും ചെയ്യണ്ട. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഉച്ച കഴിഞ്ഞ് നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം പ്ലേറ്റ്ലെറ്റ്. അത് നോർമൽ കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണ്ട, അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്തൊന്നും അമ്മയ്ക്ക് ബ്ലീഡിങ് ഒന്നും ഭയങ്കര റിസ്ക് ആയിരുന്നു. ബ്ലീഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. അപ്പം ബ്രഷ് ചെയ്യാൻ പോലും നമുക്ക് ബ്രഷ് ഉപയോഗിക്കാൻ പറ്റത്തില്ലായിരുന്നു, ആ ഒരവസ്ഥയായിരുന്നു. അങ്ങനെ ഉച്ച കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് അമ്മയുടെ കൗണ്ട് കൂടുന്നുണ്ട്. അതുകൊണ്ട് അമ്മയ്ക്ക് പ്ലേറ്റ്ലെറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. അങ്ങനെ ഇമ്പ്രൂവ് ആയി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് 3 ദിവസം ICU കിടന്നു. 5 ദിവസം കൊണ്ട് ഡിസ്ചാർജ് ആകുമ്പോൾ എൻ്റെ അമ്മയുടെ കൗണ്ട് 100,000-ലായിരുന്നു. അത് കഴിഞ്ഞ് 1 വീക്ക് കഴിഞ്ഞ് റിവ്യൂ ഉണ്ടായിരുന്നു. റിവ്യൂവിൻ്റെ സമയത്ത് അമ്മയ്ക്ക് 3 ലാക്ക് പ്ലേറ്റ്ലെറ്റായിട്ട് തമ്പുരാൻ ഉയർത്തി. അത് പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും മാത്രം മധ്യസ്ഥപ്രകാരമാണ് എനിക്ക് കിട്ടിയത്. അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ അനുഭവത്തിലൂടെ നമ്മൾ പോകുമ്പോൾ അത് ഒരുപാട് നമുക്ക് മനസ്സിലാകും. അത് അമ്മ ഇങ്ങനെ ICUയിലോട്ട് മാറി ഹോസ്പിറ്റലുകൾ മാറി പാതിരാത്രിക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ഞാൻ കരയുമായിരുന്നു. പക്ഷേ അമ്മയുടെ മുന്നേ അത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാനതപ്പോൾ അമ്മയോട് പറഞ്ഞത്, അമ്മ അസുഖം മാറാനൊന്നും പ്രാർത്ഥിക്കേണ്ട, കൃപാസനത്തിൽ ഉടമ്പടി സാക്ഷ്യത്തിൽ നമുക്ക് പോയി സാക്ഷ്യം പറയണം, അങ്ങനെ ഒരു ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. കണ്ടിന്യൂസ് അങ്ങനെ ഒരു പ്രാർത്ഥനയിലൂടെയാണ് എനിക്ക് എൻ്റെ അമ്മയെ ഇതുപോലെ തിരിച്ചു കിട്ടിയത്. ഇപ്പം അമ്മയ്ക്ക് അതിൻ്റേതായ രോഗത്തിൻ്റേതായ ഒരു കുഴപ്പമില്ലായിരുന്നു. ആ അസുഖം വന്നപ്പോഴത്തേക്ക് അമ്മയുടെ കാർഡിയാക്ക്, റെസ്പിറേറ്ററി, അതുപോലെ തന്നെ റീനൽ സിസ്റ്റം, ലിവർ, എല്ലാത്തിനെയും ബ്ലഡ് വാല്യൂസ് എല്ലാം എലിവേറ്റഡ് ആയിരുന്നു. അത് എല്ലാം 5 ദിവസം കൊണ്ട് നോർമലായി അമ്മയ്ക്ക് സൗഖ്യം ലഭിച്ചു. പിന്നെ ഉള്ളത് എൻ്റെ ബ്രദറിൻ്റെ വൈഫ് പ്രഗ്നൻ്റായി 3 മാസമായപ്പം ചെറുതായിട്ടൊരു ബ്ലീഡിങ് സ്പോട്ടൊക്കെ കാണിച്ചു. അപ്പം ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ലാതെ കുഞ്ഞിനെ ലഭിക്കുകയാണെങ്കിൽ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് നേർന്നു. അങ്ങനെ ഉടമ്പടി കുഴപ്പമൊന്നും ഇല്ലാതെ 5 ദിവസം കൊണ്ട് അവിടുന്ന് ഡിസ്ചാർജായി വന്ന് 6 മാസമൊക്കെ ആയപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പക്ഷേ 8-ാം മാസമൊക്കെ ആയപ്പം ഡോക്ടർ പറഞ്ഞു കുഞ്ഞിൻ്റെ പൊസിഷൻ ശരിയല്ല, ചിലപ്പം പതുക്കെ അത് ശരിയാകുമെന്ന് പറഞ്ഞു. അങ്ങനെ 9-ാം മാസം ഡെലിവറിക്ക് അഡ്മിറ്റ് ആക്കിയപ്പം പൊസിഷൻ ഓക്കെ ആയി, പക്ഷെ കുഞ്ഞിന് വെയിറ്റ് ഇല്ലെന്ന് പറഞ്ഞു. ചിലപ്പം സിസേറിയൻ വേണ്ടി വരും, ബ്ലഡൊക്കെ റെഡിയാക്കണം എന്നൊക്കെ പറഞ്ഞു, NICUയിലൊക്കെ കിടക്കേണ്ട വരുമെന്ന് പറഞ്ഞു. പക്ഷേ ദൈവാനുഗ്രഹത്തിന് മനമുരുകി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവാനുഗ്രഹത്തിന് നോർമൽ ഡെലിവറി ആയിരുന്നു. കുഞ്ഞിനിപ്പോൾ 6 മാസമായി, ഒരു കുഴപ്പമില്ല, നോർമൽ ബർത്ത് വെയിറ്റ് ആയിരുന്നു. ഇപ്പോഴും കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു. അമ്മ നൽകിയ ഒരുപാട് നല്ല അനുഗ്രഹങ്ങൾക്ക് ഒരുപാട് നന്ദി പറയുന്നു. ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും ഉപവാസവും ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോയായിരുന്നു. ഞാനൊരു നേഴ്സാണ്. അപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് മോർണിംഗ് ഡ്യൂട്ടി അല്ല ഈവനിങ് ഡ്യൂട്ടി പോകുന്ന സമയത്ത് എനിക്ക് കിടക്കുന്ന ഒരു ചോറും പൊതിയുടെ കൂടെ ഞാനൊരു 2-3 ചോറും പൊതിയും കൂടെ എക്സ്ട്രാ എടുക്കുമായിരുന്നു. ഞാൻ വഴി കാണുന്ന അപ്പച്ചനെ ഈ യാചകർക്കൊക്കെ ഇത് കൊടുക്കുമായിരുന്നു, ഫുഡ് കൊടുക്കുമായിരുന്നു, പത്രങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു. ആദ്യമൊക്കെ കൃപാസനം പത്രം കൊടുക്കാൻ ഭയങ്കര നാണക്കേടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന കണ്ട് ഓരോരുത്തരും വന്ന് ചോദിച്ചപ്പോൾ എനിക്കത് സന്തോഷമായിട്ട് പിന്നെ ഞാനിപ്പം ഹാപ്പിയോടുകൂടിയാണ് ഞാൻ പത്രം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒത്തിരി പ്രാർത്ഥിക്കാനായിട്ടൊക്കെ തുടങ്ങി. ഞാൻ വിശ്വസിച്ചിരുന്നത് എൻ്റെ കഴിവ്, എൻ്റെ വിദ്യാഭ്യാസം, അതിലൊക്കെയാണ്, നമ്മുടെ അറിവിലൊക്കെയാണ് എല്ലാം ഇരിക്കുന്നത്, പ്രാർത്ഥനക്കൊപ്പം കൊണ്ടുപോയാൽ മതി എന്നൊരു ഇതായിരുന്നു. പക്ഷേ എൻ്റെ 2 എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കഴിവിലൊന്നും ഒരു കാര്യമില്ല, പ്രാർത്ഥനയില്ലെങ്കിൽ എനിക്കൊന്നും പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. കഴിവും ഇതും വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് 100% എനിക്കത് കിട്ടില്ലെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ
എനിക്ക് തമ്പുരാൻ്റെ കൃപയോടുകൂടി ഒരു കുഴി കുഴിച്ച് അതിനകത്തിരുന്ന് എളിമയോടുകൂടി പ്രാർത്ഥിച്ചാൽ മാത്രമേ പ്രാർത്ഥന കേൾക്കുള്ളൂ എന്നിങ്ങനെ എൻ്റെ ഒരു മിസ്സ് പറയാറുണ്ട്. അപ്പോൾ ആ വാക്ക് കേട്ട് ഞാൻ എളിമയോടുകൂടി പ്രാർത്ഥിച്ചു, എനിക്ക് കിട്ടി. ഞാനിപ്പം പോവുകയാണ്. ദൈവം തന്ന എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയോടൊപ്പം നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു.